നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടവരാണ്. എന്നാണ് ആ യാത്ര ഉണ്ടാവുക, എപ്പോഴാണ് എന്നേക്കുമായുള്ള ആ വിടപറച്ചിൽ ഉണ്ടാവുക, എവിടെയായിരിക്കും നമ്മുടെ ഖബറുണ്ടാവുക, ഏത് സമയത്തായിരിക്കും നമ്മൾ മരണപ്പെടുക, അത് ഏത് ഡേറ്റ് ആയിരിക്കും, ഏത് സെക്കൻഡിലായിരിക്കും, ഇത് ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല, ആർക്കും അറിയുകയുമില്ല. സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ പൊരുത്തം കൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ടുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം കണ്ടുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം ഈ സദസ്സിലൂടെ നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് മരണമുണ്ടാവുക, എവിടെ വെച്ചാണ്, ഒന്നും ആർക്കും തീർച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാലിക്കപ്പെട്ട ജന്നത്തുൽ ബഖീയിലേക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരിക്കൽ പ്രവാചകൻ സിയാറത്തിന് വേണ്ടി നോക്കുമ്പോൾ ആ ഖബർസ്ഥാനിൽ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി സ്വഹാബത്ത് ഖബർ കുഴിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, ലിമൻ ഹാദൽ ഖബറു യാ സ്വഹാബ, സ്വഹാബത്തെ ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ, ഈ രാത്രിയുടെ മറവിൽ നിങ്ങൾ കുഴിക്കുന്നത്? സ്വഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി കൊടുത്തു. ഫഖാലൂ ലിറജുലിൻ മിനൽ ഹബശ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നമസ്കാരത്തിന് ശേഷം പരിശുദ്ധമായ മദീന പള്ളിയുടെ ചാരത്തുള്ളതായ ജന്നത്തുൽ ബഖീയിലേക്ക് പ്രവാചകൻ കണ്ണോടിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ആർക്കു വേണ്ടി ഖബർ കുഴിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു പോയി അനുയായികളോട്, ലിമൻ ഹാദൽ ഖബറു, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഖബർ കുഴിക്കുന്നത്? ഫഖാലൂ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അത്രേ യാ റസൂലല്ലാഹ് ലിറജുലിൻ മിനൽ ഹബശ, അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ചു വളർന്ന മനുഷ്യൻ അവിടുത്തെ ചാരത്തേക്ക് അഥവാ മദീനത്തേക്ക് കടന്നു വരുകയും അവിടുത്തെ തൃക്കരം പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതം പുൽകുകയും ചെയ്തതായ ഇന്നാലിന്ന മനുഷ്യനില്ലയോ, അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി പോയി നബിയേ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഖബർ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ കേൾക്കെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ തുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. എന്ത് വലിയ ആശ്ചര്യമാണ് സാബ, എന്ത് വലിയ അതിശയമാണ് സാബ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല സാബത്തെ, സാബത്തെ. من أرضه حتى دفن في الأرض التي خلق منها. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ചു വളർന്ന മനുഷ്യൻ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയമെത്തിയപ്പോ പരിശുദ്ധമായ മദീനയിലേക്ക് വന്നില്ലയോ, എന്റെ കൈക്ക് അദ്ദേഹം പിടിച്ചില്ലയോ, ഷഹാദത്ത് കലിമ ചൊല്ലിയില്ലയോ, ഈ പുണ്യമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയില്ലയോ, ഈ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീയിലേക്ക് അദ്ദേഹം പോവുകയല്ലയോ സാബ. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, സീഖ മിൻ അർളിഹി ഹത്താ തുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ചു വളർന്നതാകുന്ന മനുഷ്യൻ അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ടുള്ളത് ഈ പരിശുദ്ധമായ മദീനയിലാണ്, ഈ ജന്നത്തുൽ ബഖീയിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ടുള്ളത്, അവിടേക്ക് തന്നെയാണ് അവന്റെ മടക്കമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജനാസ എവിടെയായിരിക്കും ഖബറടക്കപ്പെടുക? മൗവൽ ഖബർസ്ഥാനിലാണോ?
എവിടെയായിരിക്കും? ഹദ്ദാദ് നഗറിലാണോ? എവിടെയായിരിക്കും? ബേക്കലിലാണോ? പരങ്ങാനത്താണോ? എവിടെയായിരിക്കും നമ്മുടെ ഖബറുണ്ടാവുക? തീർച്ചപ്പെടുത്താൻ സാധിക്കില്ല. അതല്ല, മക്കയിൽ പോകുമ്പോ, ഹജ്ജിന് വേണ്ടി പോകുമ്പോ, ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോ, മദീനയിൽ സിയാറത്തിന് വേണ്ടി പോകുമ്പോ, ഇതൊന്നുമല്ല. ഷാർജയിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, അബുദാബിയിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, കുവൈത്തിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണോ, എവിടെ വെച്ചാണ് നമ്മൾ മരണപ്പെട്ടു? എവിടെയായിരിക്കും നമ്മുടെ ഖബറുണ്ടാവുക? നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ പറയും, എന്റെ വാപ്പ ഇവിടെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്റെ ഉമ്മയാണ് ഇവിടെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്റെ കുടുംബത്തിൻ്റെതാകുന്ന അടയാളമാണ് ഈ കല്ലുകൾ കൊണ്ട് ഞാൻ കെട്ടിപ്പണിതിട്ടുള്ളത്, ഇതിനിടയിലാണ് എന്റെ ഖബറുണ്ടാവുക, ഇവിടെയാണ് എന്ന് കുഴിവെട്ടുന്ന ആളെ പിടിച്ച് നമ്മൾ തെര്യപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹു അഅലം, നമ്മൾ എവിടെയാണ് മരണപ്പെടുക അത് അല്ലാഹുവിനെ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ, നല്ല സന്ദർഭത്തിൽ നല്ല രീതിയിലുമാക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ, നമ്മുടെ ഈ സദസ്സിൽ ഒന്ന് ചിന്തിക്കുക. കയറിയിരുന്നോളി, ഇനി ആളുകൾ വരും ഇൻഷാ അല്ലാഹ്. കയറിയിരുന്നോളി, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ബാക്കിൽ പോയിരിക്കുന്നതിന് എന്തെങ്കിലും ഫ്രണ്ടിക്ക് കയറിയിരിക്കും, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സൈഡ് മാത്രമാണ് ഇത് കറക്റ്റ്. ഒന്ന് കയറിയിരുന്നോളി, അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എന്തായാലും നമ്മൾ ഇൽമിന്റെ സദസ്സിനാണ്. ഏറ്റവും ബാക്കിൽ വരുന്നവരോർക്കും സദസ്സ് കഴിഞ്ഞു എന്ന് ഓർക്കും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയിരുന്നോളം പറഞ്ഞു. എന്തായാലും നമ്മൾ 1.5 മണിക്കൂർ ഇല്ലേ, 2 മണിക്കൂറാണ്. 2 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി നിയ്യത്ത് വെച്ചിരിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. 10 ദിവസത്തോളം അല്ലേ, എത്ര ദിവസം നമ്മുടെ 10 ദിവസം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്താണ് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. നമ്മുടെ ആഖിറത്ത് നന്നാകാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഈ ലോകത്തെ എല്ലാവരും മരിക്കും, അത് തീർച്ചയാണ്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്യും. ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം പറഞ്ഞിരുന്നു, ഈ ലോകത്തിന് ഒരിക്കലും അവസാനമില്ല, ഇതിങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ ഇന്ന് ശാസ്ത്രം തന്നെ തിരുത്തി, ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും വസ്തുക്കളും ജന്തുജാലങ്ങളും ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കളും ഇല്ലാതാകുമെന്ന് ശാസ്ത്രം തന്നെ വ്യക്തമായ രീതിയിൽ നിരീക്ഷിച്ചിരിക്കുകയാണ്, വ്യക്തമായ രീതിയിൽ തിരിച്ചറിവ് നൽകിയിരിക്കുകയാണ്. എല്ലാം ഇല്ലാതാകും. അല്ലാഹു ഇത് കാലക്കൂട്ടെ തന്നെ പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾ ാകുമേ എല്ലാം നശിക്കുന്നതാണ്, നശിക്കുന്നതാണ്. അനന്തകോടി പ്രവിശാലമാകുന്ന നക്ഷത്രങ്ങൾ മുഴുവനും, ആകാശത്ത് തത്തിത്തെളിക്കുന്നതാകുന്ന നക്ഷത്രങ്ങൾ മുഴുവനും, മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ മുഴുവനും ഇല്ലാതാകുന്നതാണ്. എല്ലാ ഉപഗ്രഹങ്ങളും എല്ലാ ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവ്വതും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമത്രേ. ആകാശത്തിലൂടെ പറന്നു നടക്കുന്നതാകുന്ന പക്ഷിപർവാദികളും ആകാശത്തിനടിയിലൂടെ പോകുന്നതാകുന്ന സർവ്വവസ്തുക്കളും എല്ലാം ഇല്ലാതാകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഒരാൾ മാത്രമാണ് ശേഷിക്കുക, അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനത്രേ. കിഴക്കൻ ചക്രവാള നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളഗോചരങ്ങൾ പൊഴിച്ചുകൊണ്ട് ദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഒളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്നതായ ജഗന്നീതാവായ പരിപാലകനില്ലയോ, സർവേശ്വരനില്ലയോ, ആ പടച്ചല്ലാതെ ഒരാൾ പോലും ബാക്കിയാകുകയില്ലത്രേ. ഫബിഅയ്യി ആലാഇ
ربكما تكذبان. എങ്ങനെയാണ് മനുഷ്യ മാനവ നിനക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കളവാക്കാൻ സാധിക്കുന്നത്? ഈ ലോകം നശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല. ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാം തീരാൻ പോവാൻ, ഈ ലോകം അവസാനിക്കാൻ പോവാൻ. അതിന്റെ തന്നെ സെറ്റിപ്പിന്റെ ഘടനയെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. 3 ഊതലിലൂടെയാണ് ഈ ലോകം മുഴുവൻ നശിക്കുക. ഞാൻ കൊണ്ടുപോകുന്നത് ലോകത്തുള്ള സർവർക്കും മരണമുണ്ട് എന്ന ഒരു തത്വത്തിലേക്കാണ്. ആദ്യം അതങ്ങോട്ട് സ്ഥിരപ്പെടുത്തി. നമുക്കൊക്കെ മരണം നമ്മളെ ക്ഷണിക്കാതെ എത്തുന്ന ഒരു വെളിപ്പാടകലെ തൊട്ടടുത്തുണ്ട്. നിന്റെ കാശുവട്ടിലുണ്ട്, നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടത്തുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ മരണം നിന്നോട് അടുത്തിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. അടുത്ത് തന്നെ ഉണ്ട്, നിന്റെ അടുത്ത്, നിന്റെ തൊട്ടടുത്തുണ്ട് ഇസ്രായീൽ അലൈഹിസ്സലാം. എങ്ങനെയാണ് ഈ ലോകത്തിന്റെ മുഴുവൻ അവസാനം? എങ്ങനെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെ മരിപ്പിക്കുക? മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിലുള്ളവർക്ക് അവരുടെ കക്ഷത്തിന്റെ അടിയിലൂടെ ഒരു സുന്ദരമായ കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കുമത്രേ. ആ കാറ്റ് വന്ന് തലോടുന്നതിലൂടെ അവരൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളുടെ കക്ഷത്തിന്റെ അടിയിലൂടെ ഒരു കാറ്റ്, അവസാന കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകൻ വിവരിക്കുന്നുണ്ട്. لا تقوم الساعة إلا على شرار الخلق. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ സിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും ഈ ലോകത്തുണ്ടാവുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നല്ലതുപോലെ ശ്രദ്ധിക്കും. ഒന്നുകൂടി കയറിയിരുന്നോളി. ഞാൻ പറഞ്ഞില്ല ആള് വരുമെന്ന്, ഇനിയും വരും. ഇങ്ങോട്ട് ഫ്രണ്ടോട്ടൊന്ന് കയറിയിരുന്നു. അങ്ങനെയല്ല, കസേര എടുക്കണ്ട. മുമ്പിലത്തെ കസേര ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിലേക്ക് ബാക്കിയിരിക്കുന്നവരെന്നിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നമ്മൾ മോമിനികളല്ലേ, അനുസരണയുള്ളവരാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ സദസ്സ് നടന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പോരെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരെ. ഈ ഇരിക്കുന്നതിന് പ്രകാരം അല്ലാഹു സ്വർഗ്ഗത്തിൽ നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വർഗ്ഗത്തിലെ സീറ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്ന് കരുതുക. വേഗം ഫ്രണ്ടിലോട്ടിരുന്നോളി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ ഭൂമിയിൽ 2 സ്വർഗ്ഗമുണ്ട്. ഒന്നേതാണ് മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന. മറ്റൊന്ന് മാബൈന ഖരീബ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. ഒന്ന് ഇൽമിന്റെ സദസ്സ്, ഇത് സ്വർഗ്ഗമാണ്, സ്വർഗീയ പൂന്തോപ്പാണ്. മറ്റൊന്ന് എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം, അത് റൗളയാണ് ഈ ഭൂമിയിലേത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് രണ്ടും സ്വർഗീയ പൂന്തോപ്പാണ്. അപ്പൊ സ്വർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വർഗത്തിൽ ഇരിക്കാന്ന് മനസ്സിലാക്കുക. അപ്പൊ ഫ്രണ്ടിലോട്ട് ഇരുന്നോളി. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. വരുന്നവർക്ക് സൗകര്യമാവുമല്ലോ. സംഘാടകർ ശ്രദ്ധിക്കും. വരുന്നവരെ വേഗം ഒഴിവുള്ള കസേരയിലേക്ക് ഇരുത്തിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. അവസാന കാലഘട്ടമാണ് ഈ പറയുന്നത്. കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എന്റെ പ്രസംഗത്തിൽ കോമഡിയില്ല, പാട്ടുണ്ടാവാറില്ല. ഖുർആനും ഹദീസും വെച്ചാണ് പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അതൊക്കെ ഓതി തന്നെ പറയും. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി നല്ലതുപോലെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അവസാന കാലഘട്ടമാണ്. പ്രവാചകൻ പറയുന്നു, ആ കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അന്ന് ഉണ്ടാവൂല. വിശ്വാസികളുടെ കക്ഷത്തിന്റെ അടിയിലൂടെ നല്ല ഒരു കാറ്റിനെ പറഞ്ഞയച്ച് വിശ്വാസികളൊക്കെ മരണത്തിലേക്ക് വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന്നുള്ളതാരാണ്? ശിറാറുൽ ഖൽഖാൻ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട വിഭാഗമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ على أحد يقول الله الله
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ സഹാബത്തെ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. അലാ അഹദി യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഭൂമുഖത്ത് പറയുമ്പോ ഈ ലോകത്തിന് അവസാനമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ റാത്തീബിന്റെ അവസാനമായി പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹ്. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹു എന്നതാകുന്ന വ്യക്തിയിലാണ്, പടച്ചറപ്പിലാണ്, സംരക്ഷകനാണ്. ആ സർവാധിപതിയാകുന്ന പടച്ചറപ്പിന്റെ കൈകളിലാണ് ഈ ലോകത്തിന്റെ അധിപനാശക്തി അവന്റെ അധികാരത്തിലത്രേ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റസൂൽ ഓർമ്മപ്പെടുത്തുകയും ആ പ്രവാചകരുടെ അനുയായികൾ ജീവിതത്തിൽ പ്രവർത്തുകയും തങ്ങള് അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിച്ചതാകുന്ന റാത്തീബുകൾ, അവിടുന്ന് പഠിപ്പിച്ച അദ്കാറുകൾ അതിന്റെ അവസാനമായി പറയുകയാണ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. തീർന്നില്ല. ആ റാത്തീബ് മുഴുവൻ പരിശോധിച്ചു നോക്ക്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എന്റെ കൂടെയുണ്ട്, അവൻ എന്നിൽ സന്നിഹിതനാണ്, അവൻ എന്നോടൊപ്പമുണ്ട്, അവന്റെ രക്ഷയാണ് എന്നിലുള്ളത്, അവനാണ് എനിക്ക് സർവ്വതും നൽകുന്നത്. ഇതൊരു മുഅ്മിൻ വിശ്വസിച്ചാൽ, ഇതൊരു മുഅ്മിൻ രൂഢമൂലമാക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഉലകത്തിൽ ഈ ദുനിയാവിൽ ഒരു പ്രശ്നവുമില്ല, പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടാവുകയില്ലത്രേ. അന്നാണ് ലോകാവസാനം ഉണ്ടാവുക. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ എന്തിലേക്കാ കൊണ്ടുപോകുന്നത്? ഈ ലോകത്തുള്ള സർവരും മരിക്കും എന്ന തത്വത്തിലേക്കാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി ഒന്നാമത്തെ ഊത്തിനെ പറ്റി, രണ്ടും മൂന്നും ഊത്തിനെ പറ്റി അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് സൂറത്തു സുമറിൽ ഒറ്റ ആയത്തിൽ. വയൗമ യുൻഫഖു ഫിസ്സൂർ വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ في السماوات وما في الأرض إلا من شاء الله. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് പറയുകയാണ്. മനുഷ്യ മാനവ ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് വയൗമ യുൻഫഖു ഫിസ്സൂർ. സൂറത്തുൽ കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്തോട് നടത്തുമ്പോ ഫഫസിഅ മാ ഫിസ്സമാവാത് വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും ആ ഊത്ത് കേൾക്കുന്നതോടുകൂടി ഭയപ്പെടുമേ, ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരും പേടിക്കും. ഒന്നാമത്തെ ഊത്തിന്റെ പ്രത്യേകത നഫ്ഖത്തുൽ ഫസ്അ, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ് ഒന്നാമത്തെ ഊത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനാണ് ഇത്, സൂറത്തുൻ നംൽ ഒന്നാമത്തെ ഊത്തതാണ്. ഇതെന്തിലൂടെ ഊതുക? സൂറന്ന കാഹളത്തിലൂടെയാണ്. ലമ്മാ ഫറഅല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് ഖലഖസ്സൂർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് കഴിഞ്ഞതാകുന്ന റബ്ബ് ഉടനെ തന്നെ മൂന്നാമതായി സൃഷ്ടിച്ച സൂറന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഒരാറാബിയായ മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സൂറിനെ പറ്റി ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, സൂറൻ പറഞ്ഞാൽ എന്താണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. സൂറിനെ കുറിച്ച് പ്രവാചകൻ വാചാലനാവുകയാണ്. റസൂൽ പറഞ്ഞു അത്രേ, ഫവല്ലദീ നഫ്സി ബിയദിഹി ഹുവ ഖർനുൻ മിൻ നൂർ. സഹാബത്തെ അത് പ്രകാശത്താലുള്ള കുഴലാണ് സാബ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ അല്ലാഹു ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. വഅഅമു ദാഇറത്തിൽ ഖർൻ, ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ. ആകാശഭൂമികൾക്കിടയിൽ എത്രമാത്രം വലിപ്പമുണ്ടോ, എത്രമാത്രം വ്യാസമുണ്ടോ, നീളമുണ്ടോ, അത്രമാത്രം നീളവും വ്യാസവും സൂറന്ന കാഹളത്തിനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുകയാണ്. ഒന്നാമത്തെ ഊത്തങ്ങോട് ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് തന്നെയാണ് പറഞ്ഞത്. كيف تعيم يا صابا كيف صابا كيف شرب يا صابا وصاحب القرن قد التقم القرنا وهوى جبهته واسرى سمعه الى الارض. എങ്ങനെയാണ് എനിക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുക? സഹാബത്തെ എനിക്ക് എങ്ങനെയാണ് നല്ലതുപോലെ ആഹാരം ആനന്ദിച്ചുകൊണ്ട് കഴിക്കാൻ കഴിയുക? വസാഹിബുൽ ഖർനി, സൂറിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, സൂറിന്റെ വാഹകനുണ്ടല്ലോ, ആ സൂറിനെ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തഖമൽ ഖർന, സൂറിനെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നെറ്റിത്തടം താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അല്ലാഹു ഊതാൻ വേണ്ടി കൽപ്പിക്കുക? ഇത് കേടുകൊണ്ട് കാത്തിരിക്കുന്നതാകുന്ന ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊതാൻ വേണ്ടി കാത്തു നിൽക്കെ ഈ ദുനിയാവിൽ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക, ആനന്ദിച്ചുകൊണ്ട് കുടിക്കാൻ കഴിയുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സൂറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്തം കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിലോ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിക്കും. എല്ലാവരും പേടിക്കും. ഒരൊറ്റ ഊത്ത്. ആ ഊത്തിന്റെ പേരെന്താണ്? നഫ്ഖത്തുൽ ഫസ്അ സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാവരും പേടിക്കും. ആ ഊത്തം കൂടെ കഴിഞ്ഞ് 40 കൊല്ലം പിന്നീട് കാത്തിരിക്കേണ്ടി വരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടാമത്തെ ഊത്തിന് വേണ്ടി നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഞാൻ കൊണ്ടുപോകുന്ന ഭാഗം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ ലോകത്തുള്ള സർവ്വർക്കും മരണമുണ്ട് എന്ന തത്വത്തിലേക്ക് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തുക. 40 കൊല്ലം കഴിയും. 40 സനതൻ ശഫീഉനാ റസൂലുള്ളാഹി. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്ത് വരിക. അതവിടെ പറയുന്നു സൂറത്തുൽ സുമറിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി 2ഉം 3ഉം ഊത്തിനെ കുറിച്ച്. മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്തുസ് സഅഖ്, സർവരെ മരിപ്പിക്കാനുള്ള ഊത്താണ്. മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅസ്, മരിച്ചു കിടക്കുന്ന വ്യക്തികളെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. മഹ്ശറയിലേക്ക് തെളിച്ചു കൊണ്ടുപോകാനുള്ള ഊത്താണ്. സൂറത്തുൽ സുമർ അല്ലാഹു ഓർമ്മപ്പെടുത്തുക. വനുഫിഖ في الصور فصعق من في السماوات ومن في الأرض ثم نفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് ജനങ്ങൾ മുഴുവൻ പേടിച്ച് 40 കൊല്ലത്തോളം പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറത്ത് കാഹളത്തിലൂടെ ഊതുമത്രേ. വനഫഖ ഫിസ്സൂർ فصعق من في السماوات ومن في الأرض. രണ്ടാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തി കഴിയുമ്പോൾ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരിച്ചു വീഴുമേ, മരിച്ചു വീഴുമേ. ഇല്ലാ മാ ശാ അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഊത്തിലൂടെ തന്നെ മരിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരും മരിക്കും, എന്നാൽ ചില ആളുകൾ മരിക്കൂല. ആര് പറയാൻ? ഖുർആൻ പറയാൻ. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ ഊത്തിലൂടെ മരിക്കും. അപ്പൊ എന്താ, എല്ലാരും മരിക്കൂലേ? ആരാ മരിക്കാത്തവര്? അത് ഒന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അസീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകളും അർവാഹു ശുഹദാ എന്ന് മറ്റൊരു റിവായത്തിൽ കാണുന്നു. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു മരിപ്പിക്കുകയാണ്. ഊത്തിലൂടെ തന്നെ അല്ലാഹു മരിപ്പിക്കും. 2-3 ഊത്തുകൾ അല്ലാഹു നൽകി. എന്തിനു വേണ്ടി? രണ്ടാമത്തെ ഊത്ത് സർവ്വജനങ്ങളെയും മരിപ്പിക്കുക, മൂന്നാമത്തെ ഊത്ത് മരിച്ച ജനങ്ങളെ പിന്നീട് പുനർജീവിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഊതി സർവ്വരും മരിക്കും ഒഴികെ സയ്യിദുനാ റസൂലുള്ളാഹി. ആരൊക്കെ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഊതിക്കൊണ്ടിരുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അസ്റായീൽ അലൈഹിസ്സലാം. എന്താ, അവര് മരിക്കൂലേ? അവരും മരിക്കും. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അവരും മരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വിളിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കും. അല്ലാഹു പറയും, മുത്തിയ ജിബ്രായീൽ, ജിബ്രീൽ നീ മരിക്കണം, നീ മരിക്കൽ നിർബന്ധമാണ്. ഫയമൂതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയും അത്രേ. ജിബ്രീൽ അലൈഹിസ്സലാം വിട പറയും. ആരാണ് ജിബ്രീൽ? ആരാ ജിബ്രീൽ? ചെറിയ ആളല്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്നെ കൊണ്ടുവന്ന് എന്റെ ജ്യേഷ്ഠന്മാര് കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിലേക്ക് തന്നെ തള്ളിയിടുമ്പോ ഞാൻ ഒരൊറ്റ ദുആണ്, അല്ലാഹ് യാ താലിബ കുല്ലൽ മത്ലൂബ്, ഈ തേട്ടം മുഴുവനും തേടുന്നതാകുന്ന രക്ഷിതാവ് പടച്ച റബ്ബേ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് എന്ന് ഞാൻ ദുആ ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രായം 12 വയസ്സ്. എത്ര വയസ്സ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്? 12 വയസ്സ്. 12 എന്നും 17 എന്നും ഉലമാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഐക്യകണ്ഠേന ഉറപ്പിച്ചത് 12 എന്നാണ്. കാരണം അദ്ദേഹത്തെ സഹോദരങ്ങൾ എടുത്തുകൊണ്ടാണ് അന്ന് കൊണ്ടുപോയത്. എടുത്തുകൊണ്ടുപോകണമെങ്കിൽ വയസ്സ് 17 ആകില്ല, എത്രയായിരിക്കും? 12 ആയിരിക്കും. അതുകൊണ്ട് 12 വയസ്സുള്ളതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തോളിലെടുത്തു വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിട്ട സന്ദർഭം സൂറത്ത് യൂസുഫിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കൾ പഠിക്കണം. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ അല്ലാഹു സൂറത്ത് യൂസുഫ് എന്ന് കൊടുത്തത്? എന്തിനാണ് സൂറത്ത് ഇബ്രാഹിം എന്ന് കൊടുത്തത്? എന്തിനാണ് സൂറത്ത് മറിയം എന്ന് കൊടുത്തത്? ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മക്കൾ പഠിക്കണം, നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു അത്രേ, യാ താലിബ കുല്ലൽ മത്ലൂബ്, അല്ലാഹുവേ അല്ലാഹ് അവരും കൈയുയർത്തുന്നതാകുന്ന രാജാ, എന്നെ രക്ഷിക്കണേ അല്ലാഹ്. എന്നെ വാപ്പയാകുന്ന യാക്കൂബിൽ നിന്ന് എന്നെ അകറ്റി എന്നെ കൊണ്ടുവന്നു കച്ചവട സംഘത്തിലേക്ക് ചേർത്തുകൊണ്ട് എന്റെ ജ്യേഷ്ഠന്മാര് കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിലേക്കാണ് പടച്ച റബ്ബേ എറിയുന്നത്. ആ പൊട്ടക്കിണറ്റിലേക്ക് എന്നെ വലിച്ചെറിയുമ്പോ ഞാനിതാ നിന്നിലേക്ക് കൈയുയർത്തുന്നു നാഥാ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അർശിന്റെ ചുവട്ടിലാണ് ഞാൻ ആ സമയത്ത്.
അലൈഹിസ്സലാമിന്റെ കഴിവാണ്. ആരാണ് ജിബ്രീൽ എന്ന് ഞാൻ പറഞ്ഞു തരാം. ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലാണ് ഞാൻ എപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുകയാണ്, അദ്രിക അബ്ദി യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ എന്റെ അടിമയെ പിടിക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു ആ പൊട്ടക്കിണറ്റിന്റെ മുകളിൽ നിന്ന് കുട്ടിയെ സഹോദരങ്ങൾ വലിച്ചു താഴേക്കിടുമ്പോ കുട്ടിയല്ല ആദ്യം കിണറ്റിന്റെ അടിയിലെത്തിയത്. ആദ്യമായ കിണറ്റിന്റെ അടിയിൽ അർശിന്റെ അടുക്കൽ നിന്ന് ആ തട്ടിലേക്ക് വന്നുകൊണ്ട് കിണറ്റിന്റെ താഴ്ഭാഗത്തേക്ക് വന്നുകൊണ്ട് കുട്ടിയെ താങ്ങിയെടുത്തത് ഞാനാണ് എന്ന് സയ്യിദുനാ ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു മരിപ്പിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും വഹി എത്തിച്ച ജിബ്രീലേ, ഇനി നീ ജീവിക്കേണ്ടതില്ല, നീ അവസാനിക്കുകയാണ്, എന്നേക്കുമായി യാത്ര തിരിക്കുകയാണ്. അവസാന യാത്രയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. ഫയമൂതു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ. രണ്ടാമതായി മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മീകായിലിനോട് പറയുമത്രേ, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ മരിക്കണേ എന്ന് പറയുമ്പോ ഫയമൂതു മീകായിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മീകായിൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് മുതൽ ആകാശത്ത് മിന്നി മറയുന്നതാകുന്ന നക്ഷത്രങ്ങളില്ലയോ, കോടാനുകോടി ജനങ്ങൾക്ക് മഴ നൽകിയില്ലയോ, ഭക്ഷണം വിതറിയില്ലയോ, ഇടിമിന്നൽ വർഷിച്ചില്ലയോ, ഇനി നിന്റെ അവസാനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. മൂന്നാമതായി സൂറന്ന കാഹളത്തിൽ രണ്ടാമത്തെ പ്രാവശ്യവും ഊതിയത്ത് നിൽക്കുന്ന ഇസ്രാഫീലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ ഇസ്രാഫീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. മരിച്ചാൽ ശരിയാവും, കാരണം ഇനി അടുത്ത ഊതൂതണ്ടേ. അതൊക്കെ ഊതിക്ക, ഇപ്പൊ നീ മരിക്കണം. മരണത്തിന്റെ രുചി നീ അറിയണം. ഇത് പിന്നീട് നിന്നെ തന്നെ ആദ്യം ഞാൻ പുനർജീവിപ്പിക്കും, എന്നിട്ട് മൂന്നാമത്തെ ഊത്തൂതാൻ പറയും. അപ്പൊ നീ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഊത്തൂതണം. ഇപ്പൊ നീ മരണത്തിന്റെ രുചി അറിയണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഈ ലോകത്തെ മരണത്തിന്റെ വേദന അറിയാത്തവരായി ഒരാളുമില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു മലക്ക് പോലുമില്ല. എല്ലാവരെയും അല്ലാഹു മരിപ്പിക്കുക. അല്ലാഹു എല്ലാവരെയും മരിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാത്രം മതി ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ തീർക്കാണ്. മൊത്തം തീരാൻ പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും, ഇസ്രാഫീലെ നീയും മരിക്കണം. ഫയമൂതു ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെയും അല്ലാഹു പിടിക്കും, ആത്മാവിനെ വേർപെടുത്തും. നാലാമതായി ആരാണ് ബാക്കിയുള്ളത്? അസ്രായിൽ അലൈഹിസ്സലാം മാത്രം. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കും. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ വേർപെടുത്തിയതാകുന്ന അസ്രായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ വേർപെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പോലും അല്ലാഹു ആത്മാവിനെ വേർപെടുത്തും, ബാക്കിയാക്കൂല. ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ പിടിച്ച ജോലിയാണ് എനിക്ക്, അതുകൊണ്ട് എന്നെ മാറ്റി നിർത്തണം. പറ്റൂല, നിന്നെയും പിടിക്കും. അസ്രായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു അടുത്തേക്ക് വിളിക്കും.
فيقول الله تبارك وتعالى അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ് മനിൽ ബാഖി യാ അസ്റായീലേ ഇനി ആരാണ് ബാക്കിയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് അല്ലാഹ് അബ്ദുകൽ ഫാനി യാ അല്ലാഹുവേ പടച്ചറബേ നിന്റെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. കാരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി ഞാൻ മരിക്കേണ്ടതാണ്. കാരണം എന്റെ സതീരത്തിൽ മരണപ്പെട്ടു പോയി, ജിബ്രീൽ അസ്തമിച്ചു പോയി, മീകായിൽ മരണപ്പെട്ടു പോയി, ഇസ്രാഫീൽ മരണപ്പെട്ടു പോയി. ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് പാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ, ഇനി ഒരിക്കലും എന്നെ അല്ലാഹു ഈ ലോകത്ത് ബാക്കിയാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അസ്റായീൽ വിളിച്ചു പറയുകയാണ് അബ്ദുകൽ ഫാനി യാ അല്ലാഹ്. അല്ലാഹുവേ പടച്ചറബേ നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് എന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ ലാ മിൻ മൗതിക യാ അസ്റായീലേ നീ മരിക്കൽ നിർബന്ധമാണ്, നീ മരിക്കൽ അനിവാര്യമാണ്. ചിന്തിക്കണേ മൗലിലുള്ള ചെറുപ്പക്കാരാ, ഒരുപക്ഷെ നിന്റെ കാത് മുടച്ചത് മുതൽ ഉമ്മനെ മുസാദി ഈ ചരിത്രം പറയുന്നത് വരെ അസ്റായീലിന് അന്ത്യമുണ്ടോ എന്ന് ചിന്തിച്ചിരുന്നതാകുന്ന വിശ്വാസികളില്ലയോ, ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? അസ്റായീലിനും അന്ത്യമുണ്ടത്രേ. അസ്റായീലിനും ഈ ലോകത്ത് നിന്ന് ഒരു വിട പറയലുണ്ടത്രേ. ഒന്ന് കാത് കൊടുത്ത് കേൾക്കണേ, ഹൃദയം കൊടുത്ത് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഫയദ്ഹബുലാ മൗലിയും ബൈനൽ ജന്നതി വന്നാർ. സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം പോവുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയിരിക്കുകയാണ്, മരിക്കടാ. നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്. അസ്റായീൽ അലൈഹിസ്സലാം പോവുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം ചെല്ലുകയാണ്. സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഒരു പ്രവിശ്യയിലേക്ക് ചെന്നിട്ട് സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ. സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി യാ അല്ലാഹ്. മരണത്തിൽ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും പടച്ചറബേ അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു കോലാഹലമാണ് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വഫാത്തിനുണ്ടാവുക. വല്ലാത്തൊരു ോടുകൂടി അസ്റായീൽ അലൈഹിസ്സലാം പറയുമത്രേ അവലിലുള്ള ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന 17ന്റെയും 18ന്റെയും യുവകുടങ്ങളാകുന്ന യുവതികളെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിക്കുന്നവരെ, മരണത്തെ കുറിച്ച് ചിന്തയുണ്ടോ? അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടോ? ഈ ലോകത്ത് എന്ന് പറയണ്ടയോ? പ്രവാചകൻ മരണപ്പെട്ടു പോയി. സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും ഈ ലോകത്ത് പറഞ്ഞു പോയി. നമുക്കും മരിക്കണ്ടയോ? നമ്മുടെ മുന്നിൽ കിടക്കുന്നത് വലിയ ആരിഫാണ്.
ഔലിയാക്കളിൽപ്പെട്ടതാ മഹാനുഭാവൻ പോലും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര മഹത്തുക്കൾ, എത്രയെത്ര സച്ചരിതരാകുന്ന ഉലമാക്കൾ, ശംസുൽ ഉലമയും താജുൽ ഉലമയും അടക്കം നമ്മുടെ സമുന്നതരാകുന്ന നേതാക്കൾ മുഴുവനും മരണപ്പെട്ടു പോയില്ലയോ? മരണപ്പെട്ടു പോയില്ലയോ? ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവമ്മ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോ എന്തിനാണ് സഹോദരാ ചെറുപ്പക്കാരാ, എന്തിനാണ് നീ അഹന്ത വെക്കുന്നത്? എന്തിനാണ് കുടുംബ മഹിമയും പറഞ്ഞുകൊണ്ട് പോരടിക്കുന്നത്? ഒരു ചെറിയ വഴിയുടെ പ്രശ്നത്തിൽ, ഒരടി വഴിയുടെ വിഷയത്തിൽ കുടുംബങ്ങൾ തമ്മിൽ തർക്കത്തിലേർപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മഹല്ലുകളിൽ കോടതികൾ വന്നുകൊണ്ട് കേസുകൾ വന്നുകൊണ്ട് വെക്കുന്നില്ലയോ? എത്ര മാസക്കാലം, എത്ര വർഷക്കാലം സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്ന കുടുംബങ്ങളില്ലയോ? എന്തിനാണ്? പൊരുത്തപ്പെടണേ, തൗബ ചെയ്യണേ. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സമയമായിരിക്കുകയാണ്. മരണമിതാ അടുത്തു വന്നിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തിയതാണ്, സർവസുഖങ്ങളെയും